ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ITR 1 എപ്പോഴൊക്കെ ഫയൽ ചെയ്യാം, ആർക്കൊക്കെ ഫയൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 50 ലാക്ക് വരെ ഇൻകമുള്ള ഒരാൾക്ക് മാത്രമേ ITR 1 ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് ദ ഇൻകം എക്സീഡ്സ് 50 ലാക്ക് റുപ്പീസ് നമുക്ക് ITR 1 ഫയൽ ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിനോ PGBPയോ, അതായത് ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ ഗെയിനോ പ്രോഫിറ്റോ ഉണ്ടാക്കുന്ന ആൾക്കും ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉള്ള ഒരാൾക്കും ITR 1 ഫയൽ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെസിഡൻറ്റിന് മാത്രമേ നമ്മുടെ ITR 1 ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അയാളൊരു NRIയോ അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും നമുക്കിത് ഫയൽ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ കൂടുതൽ ഉള്ള ആൾക്ക് നമുക്ക് ITR 1 ഫയൽ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലോട്ടറി, ഹോഴ്സ് റേസ്, ലീഗൽ ഗാംബ്ലിംഗ് അങ്ങനെയുള്ള നമ്മുടെ IFOസിൽ വരുന്ന ഇൻകം ഒക്കെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ITR 1 ഫയൽ ചെയ്യാൻ പറ്റില്ല. അഗ്രികൾച്ചർ ഇൻകം 5000-ൽ കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ITR 1 ഫയൽ ചെയ്യാൻ പറ്റില്ല. അയാൾ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ITR 1 ഫയൽ ചെയ്യാൻ പറ്റില്ല. 194N 194N TDC ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ITR 1 ഫയൽ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ITR ഫയൽ ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ഉണ്ട്, ബാക്കി കൊച്ചു കൊച്ചു ഇൻകംസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പൗസിൻ്റെ ഇൻകം ക്ലബ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ITR 1 ഫയൽ ചെയ്യാൻ പറ്റും. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ITR 1 നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ബേസിക്കലി സാലറീഡ് ആയിട്ടും അതേപോലെ തന്നെ നോർമൽ നേച്ചറുള്ള ഇൻകം IFOസിലുള്ള ആൾക്കാരാണ് ITR 1 ജനറലി നമ്മൾ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ITR ഒക്കെ നമുക്ക് പരിചയപ്പെടാം. ടിൽ ദെൻ ബൈ.